ധാർമ്മികതയുടെ പ്രശ്നവുമില്ല. അതായത് റേപ്പ് ചെയ്ത വ്യക്തിക്ക് ഉമ്മാന്ന് മെസ്സേജ് അയക്കുകയും ഫ്ലൈയിങ് കിസ് അയക്കുകയും അതിനുശേഷം 40,000 രൂപ ചോദിച്ചത് നമ്മുടെ ആരുടെയും ധാർമ്മികയ്ക്ക് ഒരു കോട്ടം തട്ടിയിട്ടില്ലല്ലോ. ഈ വ്യക്തി 10-11 പേർക്കെതിരെ വേറെ പരാതി കൊടുത്തിട്ടില്ലേ? ശ്രീ മുകേഷിനെതിരെ പരാതി കൊടുത്ത ആ സ്ത്രീക്കെതിരെ ഒരു പോക്സോ പരാതി അടക്കം നിലവിലില്ലേ? ആ പോക്സോ പരാതിക്കാരിയുടെ പേരടക്കം അങ്ങയുടെ ചാനലിലടക്കം വരുന്നു പറഞ്ഞില്ലേ? അവർക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? അപ്പൊ ഇതൊക്കെ ചുമ്മാ ഉമ്മാക്കി കാണിക്ക് പേടിപ്പിക്കുകയാണ്. ശ്രീ മുകേഷ് എങ്ങനെയാണ് ഈ വർഷങ്ങളോളം പീഡിപ്പിക്കുന്നത്? അതായത് 2 പേർ തമ്മിൽ കൺസെന്റോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം അത് പീഡനമാണെന്ന് പറഞ്ഞാൽ എന്ത് ന്യായീകരണമാണ്? എന്തൊരു ഉളുപ്പില്ലായ്മയാണ് ആ സാധനം. ഇവർ 40,000 രൂപ മുകേഷിനോട് ചോദിച്ചില്ലേ? അതിനുശേഷം ഫ്ലൈയിങ് കിസ് ഒക്കെ അയച്ചു കൊടുത്ത മെസ്സേജും വന്നില്ലേ? അങ്ങനെ റേപ്പ് ചെയ്ത ആൾക്ക് ഫ്ലൈയിങ് കിസ് ഒക്കെ കുറ്റപത്രത്തിൽ വന്നിട്ടുള്ള മെസ്സേജുകൾ, ഡിജിറ്റൽ തെളിവുകൾ എന്തൊക്കെയെന്നതിൽ വ്യക്തതയില്ലല്ലോ. അല്ല, കുറ്റപത്രത്തിൽ വന്നിരിക്കുന്ന തെളിവുകൾ പോലെ തന്നെ ശ്രീ മുകേഷ് ബഹുമാനപ്പെട്ട കോടതിയിൽ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യത്തിന്റെ ഭാഗമായി ഈ സ്ത്രീ മുകേഷ് നയിച്ച ധാരാളം മെസ്സേജുകളും മറ്റും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ സമൂഹത്തിലേക്ക് വെളിയിൽ വന്നിട്ടുണ്ട്. 11 പേർക്കെതിരെ ബാലേന്ദ്രമേനോനെതിരെ. അങ്ങനെയെങ്കിൽ അത് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിന് ബോധ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? പോലീസുകാർ പലപ്പോഴും പുരുഷവിരുദ്ധന്മാർ അല്ലെങ്കിൽ പോലീസുകാർ ഈസി ആയിട്ട് പുരുഷവിരോധം പറയുന്നു എന്നുള്ളതിന്റെ വലിയ തെളിവല്ലേ? ഭരണകക്ഷിയിലെ ഒരു MLA പോലും പോലീസുകാർ നീതി കാണിച്ചില്ലെങ്കിൽ സാധാരണക്കാർക്ക് എന്തെങ്കിലും നീതി കിട്ടാൻ സാധ്യതയുണ്ടോ? അതായത് ശ്രീ മുകേഷും ഈ സ്ത്രീയും തമ്മിൽ അവരുടെ കൺസെന്റോടെ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കൺസെന്റോടെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അത് തിരിഞ്ഞു നിന്ന് റേപ്പാന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? അപ്പൊ പിന്നെ താങ്കൾ എന്തടിസ്ഥാനത്തിലാണ് കൺസെന്റോട് കൂടി ആണോ ഇത്തരത്തിൽ ബന്ധപ്പെട്ടത് എന്ന് താങ്കൾക്ക് അറിയില്ല എങ്കിൽ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ അല്പസമയം മുമ്പ് സംസാരിച്ചത്? ഞാൻ ആ അടിസ്ഥാനം കൃത്യമായി പറയാം. റേപ്പ് ചെയ്തതിന് ശേഷം ആരും ഒരാൾക്ക് ഫ്ലൈയിങ് കിസ് അയക്കാറില്ല. അത് കൺസെന്റിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. കൺസെന്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 50 രൂപ പത്രത്തിൽ എഴുതി കൊടുക്കുന്ന കാര്യമല്ല, അതിനുശേഷമുള്ള അവരുടെ റിയാക്ഷൻ പ്രധാനമല്ലേ? റേപ്പ് ചെയ്യപ്പെട്ട ഏതെങ്കിലും സ്ത്രീ ലോക ചരിത്രത്തിൽ ആർക്കെങ്കിലും ഫ്ലൈയിങ് കിസ് ഉമ്മയൊക്കെ അയക്കുന്ന ഇതുണ്ടോ? അങ്ങനെ ഒരു റേപ്പ് ഉണ്ടോ? അപ്പം അങ്ങനെയൊന്നുമല്ല. താല്പര്യത്തോടുകൂടി പരസ്പര ബന്ധത്തോടെ ലൈംഗികതയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് പിന്നീട് തിരിഞ്ഞ് റേപ്പാണെന്ന് പറയുന്നത് ഉളുപ്പില്ലാത്ത പരിപാടിയാണ്. ആ പരിപാടികൾ ഈ വ്യാജ പരാതിക്കാർ അവസാനിപ്പിക്കണം. 2, ഈ സ്ത്രീയും കൂടി ഓർക്കേണ്ട ഒരു കാര്യം, ഈ സ്ത്രീ ഒരു പോക്സോ കേസിലെ കുട്ടിയുടെ പേര് താങ്കളുടെ ചാനലിൽ അടക്കം ഇരുന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. 2 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണത്. അതിനൊന്നും ഒരു പോലീസുകാരനോട് ദണ്ണമില്ലല്ലോ. ഏതെങ്കിലും പോലീസുകാർ ഇവർക്കെതിരെ പരാതി എടുത്തോ? ഏതെങ്കിലും പോലീസുകാർ ഇവർക്കെതിരെ ആക്ഷൻ എടുത്തോ? ഇവർക്കെതിരെ FIR ഇട്ടോ? എന്തൊരു അനീതിയാണ് ഈ നാട്ടിൽ നടക്കുന്നതെന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ തെളിവല്ലേ? ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഒരു ഭരണകക്ഷി MLAക്ക് പോലും ഈ നാട്ടിൽ ഒരു എന്താ പറയുക രക്ഷയില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ്? അതുകൊണ്ട് ശ്രീ മുകേഷിന് പൂർണ്ണമായും പിന്തുണ കൊടുക്കേണ്ടതാണ്. കൺസെന്റോടുകൂടിയാണ് അവർ എന്താ പറയുന്നത് ബന്ധപ്പെട്ടതെന്നുള്ള. ഇനി ബന്ധപ്പെട്ടോന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവരുടെ മെസ്സേജിൽ നിന്ന് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? 40,000 രൂപ ചോദിച്ചതിന്റെ എന്തിനാണ്? എന്നിട്ട് അവർ പറഞ്ഞു തന്റെ കസിനാണ് ആ 40,000 രൂപ ചോദിച്ചതെന്ന്. എന്നിട്ട് പറഞ്ഞു ആ കസിന് ആദ്യം പറഞ്ഞു കസിന് പാസ്വേഡ് അറിയില്ല. പിന്നെ പാസ്വേഡ് അറിയാത്ത കസിന് എങ്ങനെയാണ് 40,000 രൂപ ചോദിക്കും? ഇത് എക്സ്റ്റോർഷൻ അല്ലേ? പണം പിടുങ്ങലല്ലേ? ഭീഷണിപ്പെടുത്തി പണം പിടുങ്ങലിന്റെ മറ്റൊരു ഏറ്റവും വ്യക്തമായ തെളിവല്ലേ? ഇവർ 7 പേർക്കെതിരെയും പിന്നീട് 2-3 പേർക്കെതിരെയും എക്സ്ട്രാ പരാതി പറഞ്ഞ സ്ത്രീയല്ലേ? എന്ത് ക്രെഡിബിലിറ്റി ഈ സ്ത്രീക്കുണ്ട്? ഇവർക്കെതിരെ ഒരു പോക്സോ കേസ് നിലവിലില്ലേ? ഇതാണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ നമുക്ക് വേണം. വളരെ നന്ദി ശ്രീ രാഹുൽ ഈശ്വർ. താങ്കളുടെ അഭിപ്രായത്തിന് അദ്ദേഹം പറയുന്നത് ഇത് ഒരു തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലും അങ്ങനെയുള്ള പണം തട്ടുവാനുള്ള ശ്രമവും എന്നാണ്. പക്ഷേ പോലീസിന്റെ കുറ്റപത്രത്തിൽ എന്തായാലും മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ അടക്കം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ഡാനി പോൾ നൽകിയത്. മുകേഷ് MLAക്കെതിരായ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതിൽ പ്രതികരണം വന്നിട്ടുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറിയുടേത്. മുകേഷിന്റെ കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കട്ടെ എന്നും മുകേഷ് MLA സ്ഥാനത്ത് തുടരും എന്നുമാണ് MV ഗോവിന്ദൻ പറഞ്ഞത്.